അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്. അതിൽ ആദ്യത്തെ 2 എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് തിയറാണ് എടുക്കുന്നത്, തിയറം 1.3. അപ്പോൾ തിയറം 1.3 എന്ന് പറയുന്നത് ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ then p divides a where a is a positive integer. p ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിനാ നമുക്ക് p ഡിവൈഡ്സ് എ സ്ക്വയർ ആണ്, എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ p ഡിവൈഡ്സ് എ വേർ a ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫ് ലെറ്റ് a ഈക്വൽ ടു p1 p2 p3 എക്സെട്ര pn. അപ്പോൾ എ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായി? p1 p2 p3 എക്സെട്ര pn 2 ടൈം വരും. അപ്പോൾ p1 p2 എക്സെട്ര pn എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് p1 ഇൻറ്റു p1 എന്ന് പറയുന്നത് p1 സ്ക്വയർ ഇൻറ്റു p2 സ്ക്വയർ ഇൻറ്റു p3 സ്ക്വയർ എക്സെട്ര pn സ്ക്വയർ ഇങ്ങനെ കിട്ടി. എ സ്ക്വയർ എന്നുള്ളത് ഇങ്ങനെ കിട്ടി. നമുക്ക് ഗിവൺ എന്താണ്? ഗിവൺ p ഡിവൈഡ്സ് എ സ്ക്വയർ ആണ്. p ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താണ്? പ്രൈം ഫാക്ടേഴ്സ് ഓഫ് പോസിറ്റീവ് നമ്പർ ഈസ് യൂണിക് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിക് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അതായത് അതായത് എ സ്ക്വയർ p ഡിവൈഡ്സ് എ സ്ക്വയർ ആണല്ലോ. അപ്പോൾ എ സ്ക്വയർ പ്രൈം ഫാക്ടേഴ്സ് എ സ്ക്വയർ ആർ എന്തൊക്കെയായിരിക്കും? p1 p2 p3 എക്സെട്ര pn ആയിരിക്കും. അതായത് ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താന്ന് പറയുന്നത്? ഒരു പോസിറ്റീവ് നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ യൂണിക് ആയിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് p ഡിവൈഡ്സ് എ സ്ക്വയർ ആണ്. p ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയറിന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? p1 p2 എക്സെട്ര pn ആയിരിക്കും. അപ്പോൾ ഇവിടെ അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് ആണെങ്കിൽ p is one of the factors of അതായത് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും p. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? p ഡിവൈഡ്സ് a എന്ന് പറയാം. അതാണ് തിയറം. ഈ തിയറം വെച്ചിട്ടാണ് നമ്മൾ √2 ഇറാഷണൽ, √3 ഇറാഷണൽ, √5 ഇറാഷണൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാം. അപ്പൊ ഇതിൽ ഇത്രയും ഓർമ്മിക്കണം. ലെറ്റ് p ബി എ പ്രൈം നമ്പർ ഇഫ് p ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ p ഡിവൈഡ്സ് a where a is a positive integer. അപ്പോൾ ആ a എന്നുള്ള പോസിറ്റീവ് ഇൻറ്റിജറിനെ നമ്മൾ p1 p2 p3 എക്സെട്ര pn എടുത്തു. പിന്നെ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ എന്ന് പറയുന്നത് അത് 2 പ്രാവശ്യം വന്നു. അപ്പോൾ p1 ഇൻറ്റു p1 എന്ന് പറയുന്നത് p1 സ്ക്വയർ p2 സ്ക്വയർ ഇങ്ങനെ കിട്ടി നമുക്ക്. അപ്പോൾ ഗിവൺ എന്താണ്? p ഡിവൈഡ്സ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പ്രകാരം നമുക്ക് എന്ത് പറയാം? അതിലുള്ള എ സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും ഈ നമ്പേഴ്സ്. അപ്പോൾ p എന്ന് പറയുന്നത് അതിലുള്ള ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ p ഡിവൈഡ്സ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? p ഡിവൈഡ്സ് a. അപ്പോൾ അടുത്തത് പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. അപ്പോൾ ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം സപ്പോസ് √2 റാഷണൽ ആണെന്ന് പറയുന്നത്. √2 ഈസ് റാഷണൽ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇറാഷണലിലേക്ക് എത്തുക. അപ്പോൾ √2 റാഷണൽ എന്ന് പറയുന്നത് നമുക്കറിയാം. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റാഷണൽ നമ്പർ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? √2 ഈക്വൽ ടു p/q വേർ p ആൻഡ് q ആർ കോപ്രൈംസ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. q നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായി? √2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഈക്വൽ ടു p സ്ക്വയർ ബൈ q സ്ക്വയർ എന്ന് കിട്ടി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2q സ്ക്വയർ ഈക്വൽ ടു p സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് p സ്ക്വയർ ആണ്. therefore by തിയറം നമ്മളിപ്പോൾ തിയറം പഠിച്ചു. 2 ഡിവൈഡ്സ് p സ്ക്വയർ ആണെങ്കിൽ 2 ഡിവൈഡ്സ് p ആണ്. 2 ഡിവൈഡ്സ് p. നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അപ്പോൾ 2 ഡിവൈഡ്സ് p എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് p ഈക്വൽ ടു 2a. p ഈക്വൽ ടു 2a എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ
substitute in equation 1. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2q² ഈക്വൽ ടു പി എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ 2a² എന്ന് വന്നു അവിടെ. അപ്പോൾ 2q² ഈക്വൽ ടു 4a². പിന്നെ നമുക്ക് ഷോർട്ടാക്കുന്ന സമയത്ത് q² ഈക്വൽ ടു 2a². അപ്പോൾ ഇവിടെ നമുക്ക് q² ഈക്വൽ ടു 2a² എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് q². അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡ്സ് q ആണ്. 2 ഡിവൈഡ്സ് q. ഇത് നമുക്ക് 2 ഡിവൈഡ്സ് p എന്നുള്ളത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. 2 ഡിവൈഡ്സ് q എന്നുള്ളത് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. ഫ്രം 2 and 3, അതായത് ഫ്രം ഇക്വേഷൻ 2 and 3 നമുക്ക് എന്താ കിട്ടുന്നത്? അത് 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് p and q ആണ്. 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് p and q. P and Q ന്റെ കോമൺ ഫാക്ടർ ആണ് 2, which contradicts the fact that P and Q are co-primes. P and Q are co-primes എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സപ്പോസിഷൻ എന്താണ്? റോങ് ആണ്. Therefore our supposition is wrong. Root 2 is irrational. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം റാഷണൽ ആണെന്ന് എടുത്തു. റാഷണൽ ആണെന്ന് എടുത്തതിന് ശേഷം അവിടെ പി ആൻഡ് ക്യൂ ആണ് നമ്മൾ p/q ഫോമിൽ എഴുതുന്നതിനെയാണ് റാഷണൽ നമ്പർ എന്ന് പറയുക. അപ്പോൾ p/q എന്ന് എഴുതി. അതിനുശേഷം p2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ q 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിൽ രണ്ടിനും എന്താണ്? 2 ഒരു കോമൺ ഫാക്ടറാണ്. 2 ഒരു കോമൺ ഫാക്ടർ ആയിട്ട് ഉണ്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? p and q കോപ്രൈംസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സപ്പോസിഷൻ അവിടെ റോങ് ആവുകയാണ്. അപ്പോൾ എന്തായി? റൂട്ട് 2 ഇറാഷണലായി. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്പോസ് റൂട്ട് 5 ഈസ് റാഷണൽ എന്ന് പറയുന്നു. റാഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ പറയുക? p/q ഫോമിൽ എഴുതാം. അതിപ്പോൾ a/b എന്ന് എഴുതിയാലും കുഴപ്പമില്ല, p/q എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ റാഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റൂട്ട് 5 ഈക്വൽ ടു p/q വേർ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുക. വേർ p and q ആർ co-primes and q not equal to 0. അതിനുശേഷം സെയിം സ്റ്റെപ്പ് തന്നെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ 5 ഈക്വൽ ടു p²/q² എന്ന് കിട്ടി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5q² ഈക്വൽ ടു p² എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് 5 ഡിവൈഡ്സ് p² ബൈ തിയറം നമുക്ക് എന്ത് പറയാം? 5 ഡിവൈഡ് p² ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ബൈ തിയറം 5 ഡിവൈഡ്സ് p ആണ്. നമ്മൾ ഇത് 1 എന്ന് കൊടുത്തു, ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ 2, അതായത് 5 ഡിവൈഡ്സ് p എന്നുള്ളത് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? p ഈക്വൽ ടു 2a എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായി? 5q² ഈക്വൽ ടു 2a² എന്നാണ് വരുന്നത്. അതായത് അവിടെ 2a എന്നുള്ളത് ഇവിടെ നമ്മൾ 5a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത്രയും ഇതിൽ മാറ്റമുള്ളൂ. 5a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5q² ഈക്വൽ ടു 25a². അപ്പോൾ ഏത് നമ്പറാണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട അനുസരിച്ച് നമ്മളിവിടെ 5 ഡിവൈഡ്സ് p ആണ്. അപ്പോൾ അതുപോലെ ഇവിടെ എടുക്കുക 5a, അത് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ 5q² ഈക്വൽ ടു 25a², q² ഈക്വൽ ടു 5a². ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 5 ഡിവൈഡ്സ് q². ബൈ തിയറം നമുക്ക് എന്തായി? 5 ഡിവൈഡ്സ് q ബൈ തിയറം 5 ഡിവൈഡ്സ് q. ഇത് ഇക്വേഷൻ നമ്മൾ 3 എന്ന് കൊടുത്തു. ഫ്രം ഇക്വേഷൻ 2 and 3 അവിടെ എന്താണ്? 5 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് p and q, വിച്ച് കോൺട്രാഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് p and q ആർ co-primes. Therefore our supposition is wrong. Root 5 is irrational. p and q are co-primes. Therefore our supposition is wrong.
ഇങ്ങനെ നമ്മൾ എന്തായാലും എഴുതണം. അതായത് 2 common factor of P and Q which contradicts the fact that P and Q are co-primes. Therefore our supposition is wrong. Root 5 is irrational എന്ന് പറയാം. അപ്പോൾ root 5 irrational ആയി. അടുത്ത ക്വസ്റ്റ്യൻ prove that 3 plus 2 root 5 is irrational. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്പോസ് 3 plus 2 root 5 is rational എന്ന് പറയുന്നു. റാഷണൽ ആണെങ്കിൽ നമുക്കറിയാം 3 plus 2 root 5 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നുമില്ല p/q എന്ന് എഴുതാം, അല്ലെങ്കിൽ a/b എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ 3 plus 2 root 5 റാഷണൽ ആണെന്ന് സപ്പോസ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ എഴുതി where a and b are co-primes and b not equal to 0 എന്ന് കൊടുത്തു. അവിടെ നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് 3 plus 2 root 5 ആണ് a/b. അപ്പോൾ 2 root 5 equal to a/b minus 3. ഈ പ്ലസ് 3 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ -3 ആയി. അടുത്തത് root 5 equal to a/2b minus 3/2. അതായത് ഈ 2 ഡിവൈഡ് ആയിട്ട് വന്നു. അപ്പോൾ a/2b minus 3/2 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ a/2b minus 3/2 എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ നമ്പർ ആണ്. ഇത് റാഷണൽ നമ്പർ ആണ്. പക്ഷെ നമുക്കറിയാം എന്താണ്? റൂട്ട് 5 ഇറാഷണൽ നമ്പർ ആണ്. ഇവിടെ ഇത് റാഷണൽ നമ്പർ ആണെങ്കിൽ റൂട്ട് 5 എന്തായിരിക്കണം? റൂട്ട് 5 റാഷണൽ ആയിരിക്കണം. പക്ഷേ ഇത് നമ്മുടെ റൂട്ട് 5 ഇറാഷണൽ നമ്പർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇറ്റ് ഈസ് എ കോൺട്രാഡിക്ഷൻ. To the fact that root 5 is irrational. root 5 irrational ആണെന്നുള്ളതിന് കോൺട്രാഡിക്ഷൻ ആയിട്ടാണ് ഇതിൽ വരുന്നത്. അതായത് ഈ സൈഡ് റാഷണൽ ആണെങ്കിൽ ഇതും റാഷണൽ ആയിരിക്കണം. പക്ഷെ റൂട്ട് 5 ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സപ്പോസിഷൻ റോങ് ആണ്. ഫോർ അവർ സപ്പോസിഷൻ ഈസ് റോങ് എന്ന് പറയാം. സപ്പോസിഷൻ ഈസ് റോങ്. 3 plus 2 root 5 is irrational എന്ന് പറയും. കാരണം ഇത് നമ്മൾ റൂട്ട് 5 ഇറാഷണൽ എന്ന് ആദ്യം പ്രൂവ് ചെയ്തു. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെയാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇതിൽ എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറാഷണൽ. അതായത് 1/√2, 7 root 5, 6 plus root 2 ഇതൊക്കെ ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തത് 1/√2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സപ്പോസ് 1/√2 ഈസ് എ റാഷണൽ നമ്പർ എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. 1/√2 ഈസ് റാഷണൽ നമ്പർ. അപ്പോൾ 1/√2 റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/√2 ഈക്വൽ ടു a/b where a and b are co-primes. where a and b are co-primes and b not equal to 0 എന്ന് എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? b equal to √2a. അപ്പോൾ √2 equal to b/a. √2 equal to b/a. ഇവിടെ b/a എന്താണ്? b/a ഈസ് എ റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ ആണെങ്കിൽ √2 എന്തായിരിക്കണം? റാഷണൽ നേരത്തെ അതേപോലെ തന്നെ പറഞ്ഞാൽ മതി. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ b/a ഈസ് എ റാഷണൽ നമ്പർ ആണെങ്കിൽ √2 റാഷണൽ നമ്പർ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ പറയാം. പക്ഷെ എന്താണ്? √2 ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് √2 ഇറാഷണൽ ആണെങ്കിൽ ഇവിടെ നമ്മുടെ കോൺട്രഡിക്ഷൻ അതേപോലെ തന്നെ എഴുതുക. to the fact that √2 is irrational. √2 ഇറാഷണൽ ആണെന്ന് നമുക്ക് അറിയാലോ. ഇനി 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ
അപ്പോൾ എന്ത് ചെയ്യണം, റൂട്ട് ടു ഇറാഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതുപോലെ എഴുതാം. റൂട്ട് ടു ഈക്വൽ ടു ബി ബൈ എ കിട്ടിയാൽ ബി ബൈ എ എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ടു റാഷണൽ നമ്പർ ആയിരിക്കണം. പക്ഷെ റൂട്ട് ടു റാഷണൽ നമ്പർ അല്ല, ഇറാഷണൽ നമ്പർ ആണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മുടെ സപ്പോസിഷൻ റോങ് ആണ്. 1/√2 ഈസ് ഇറാഷണൽ എന്ന് പറയാം. അതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. √5 ആണ്. അതും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, സപ്പോസ് 7√5 ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 7√5 ഈക്വൽ ടു എ ബൈ ബി. അതിനുശേഷം √5 ഈക്വൽ ടു ഇപ്പോഴത്തെ സൈഡ് ആ റൂട്ടിലുള്ള ആ നമ്പർ മാത്രം വെക്കുക. √5 ഈക്വൽ ടു എ ബൈ 7b എന്ന് എഴുതി. എ ബൈ 7b ആണെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ പറയാം. എ ബൈ 7b റാഷണൽ നമ്പർ ആണ്. പക്ഷെ √5 എന്താണ്, ഇറാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മുടെ സപ്പോസിഷൻ റോങ് ആണ്. 7√5 ഈസ് ഇറാഷണൽ എന്ന് പറയാം. അവിടെ അടുത്തത് 6 + √2. അതും നമുക്ക് അതേപോലെ തന്നെ 6 + √2. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, റാഷണൽ നമ്പർ ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 6 + √2 ഈക്വൽ ടു എ ബൈ ബി എന്ന് എഴുതുക. അവിടെ √2 ഈക്വൽ ടു എ ബൈ ബി -6. അപ്പോൾ എ ബൈ ബി -6 എന്ന് പറയുന്നതും എന്താണ്, ഒന്നുമില്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എഴുതാം. ഈസ് എ റാഷണൽ നമ്പർ ആണ്. പക്ഷെ √2 ഇറാഷണൽ നമ്പർ ആണ്. അപ്പോൾ അതുപോലെ പറഞ്ഞാൽ മതി. √2 ഇറാഷണൽ നമ്പർ ആണെങ്കിൽ നമ്മുടെ സപ്പോസിഷൻ റോങ് ആണ്. 6 + √2 ഈസ് എ ഇറാഷണൽ നമ്പർ എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.